ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 88ൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ പറയാനേക്ക് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ആദ്യം തന്നെ നമുക്ക് പ്രമോയുടെ കാര്യം പറയാം അല്ലേ. പ്രമോയിൽ കണ്ടു, ഞാൻ ഈ മണി വീക്ക് തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, തമിഴിൽ ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തായിട്ടുണ്ടായിരുന്നു, ജയിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിലൊക്കെ എത്താൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻറ്റ് ജാക്ലിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ഔട്ടായിട്ടുണ്ടായിരുന്നു. അതുപോലത്തുള്ള ടാസ്കുകളൊക്കെ ആയിരിക്കും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇന്ന് വന്ന പ്രമോ, അതുപോലെ തന്നെയാണ്. പക്ഷെ ആരും പുറത്തു പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രമോ കണ്ടിട്ട് എല്ലാവരും അകത്തേക്ക് കയറി വരുന്നത് പോലെയാണ് തോന്നിയത്. എനിക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ, എന്തായാലും അതിലേക്ക് ക്യാഷ് എടുത്തിട്ട് പുറത്ത് പോകണം എന്ന് വിചാരിച്ച ആളാണ്. കുറച്ച് ടൈം വൈകിയാലും ആ ക്യാഷ് എടുത്തിട്ട് അതിലേക്ക് പുറത്ത് പോവായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവിടെ നിൽക്കുന്ന ആദിലക്കായാലും ന്യൂറക്കായാലും ബാക്കിയുള്ളവർക്കായാലും അറിയാം, എന്തായാലും അനീഷ് ഓർ അനുമോൾ എന്നുള്ളത് അവരവിടെ ഫിക്സ്ഡ് ആണ് എന്തായാലും. സോ അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാഷ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങായിരുന്നു. ടാസ്ക് വിജയിക്കുക എന്നതിലുപരി ക്യാഷ് ആണല്ലോ. അവരോ തന്നെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് മണി ബോക്സ് വന്ന എടുത്ത് പുറത്ത് പോകണം എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ എടുത്തിട്ട് പുറത്തേക്ക് പോവായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി മണി ബോക്സ് ആരെങ്കിലും എടുത്തോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കാണിക്കുന്നില്ല. മണി ബോക്സ് ഇല്ലാതെ വരുന്ന പോലെയാണ് കാണുന്നത് പ്രമോല്. എന്തായാലും നമുക്ക് ഇന്നത്തെ ലൈവിൽ നോക്കാം എന്താ ഉണ്ടായേക്കണേന്ന്. ആരും പുറത്തു പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും കാണുന്നത് ഇന്നലെ മുതൽ തന്നെ എല്ലാവരും കണ്ട് അനുമോൾ പെട്ടിയെടുത്ത് പുറത്തേക്ക് പോയിന്ന്. എന്തായാലും അനുമോൾ പെട്ടിയെടുത്ത് പുറത്തേക്ക് പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരഞ്ഞിട്ട് കിട്ടാതായപ്പോൾ എല്ലാവരും കൂടെ തിരിച്ചകത്തേക്ക് തന്നെ ഓടി വന്ന പോലെയാണ് എനിക്ക് പ്രമോ കണ്ടിട്ട് തോന്നിയത്. സോ നമുക്ക് നോക്കാം ഇന്നത്തെ ലൈവിൽ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കുന്നതാണ്. കുക്കറിൻ്റെ മേലെ മാവൊക്കെ ഒപ്പിച്ച് വെച്ച് ഇത്രത്തോളം എന്താ പറയുക, ഇത്രത്തോളം ഉള്ള സാഹചര്യങ്ങളെ പോസിബിൾ ആക്കിയിട്ട് എങ്ങനെ നിവിൻ ഇതൊക്കെ ചെയ്യുന്നു എന്നതാണ് ആലോചിക്കുന്നത്. ഞാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നിവിൻ അവിടെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. സോ എല്ലാവരും ചട്ടപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് എല്ലാവരും കഴിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ അനീഷ് ചേട്ടനും അനുമോളും തമ്മിലുള്ള ചർച്ചയാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കണ്ടേ, 90 ദിവസം എന്തായാലും ആവാനൊക്കെ ആയില്ലേ, ഇനിയും പ്രശ്നങ്ങൾ കൊണ്ടുപോകുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇന്നലെ കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഫ്രഷായി സ്റ്റാർട്ട് ചെയ്തൂടെ, എല്ലാവരും സംസാരിച്ചൂടെ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഇന്നലെ നടന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം അങ്ങനെയല്ല, ഇപ്പോൾ അവരെ എനിക്കിഷ്ടമാണ്, ഇന്നലെ നടന്നതുകൊണ്ട് അങ്ങനെ ഇഷ്ടമില്ലായികയൊന്നുമില്ല. പക്ഷേ പറഞ്ഞ വാക്ക് എല്ലാവരും പറയുന്നുണ്ട് PR എന്ന്. പക്ഷെ അതിലയുടെ വായിന്ന് PR കട്ട് ചെയ്തിടാനാണോ എന്ന് പറഞ്ഞാണ് എനിക്ക് ഭയങ്കര വിഷമമായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, അതോ ഓരോ സാഹചര്യങ്ങൾക്ക് ഓരോന്നും പറയേണ്ടി വരുന്ന അവസ്ഥയല്ല, അല്ലാതെ മനഃപൂർവ്വം ആരും ഒന്നും പറയുന്നതല്ലല്ലോ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. എന്നിട്ട് അതിലെന്നെ വിളിച്ചിട്ട് സംസാരിക്കാൻ എത്തുന്നുണ്ട്. അതിലെ പറയുന്നുണ്ട്, എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നേ ഉള്ളൂ, അല്ലാതെ പിണങ്ങിയിരിക്കാനൊന്നും ഞങ്ങളില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആദ്യം അവളൊരു കാര്യത്തിന് എനിക്ക് വ്യക്തത തരണം, അവളുടെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ അവളുടെ കൂടെ നടന്നതെന്ന് അവൾ പറഞ്ഞ്, അത് എന്ത് കണ്ടിട്ടാണ് എന്നുള്ളത് അവൾ വ്യക്തത തരണം. അവൾ ഫെയിം കണ്ടിട്ടാണെന്ന് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഫെയിം കണ്ടിട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട്, പിന്നെ എന്താ നിൻ്റെ എന്ത് കണ്ടിട്ടെന്നാ പറയുന്നത്, പിന്നെ വീട്ടുകാരെ കണ്ടിട്ടാണോ? ഞങ്ങൾക്ക് വീട്ടുകാരില്ല, അതുകൊണ്ട് നീ അത് കണ്ടിട്ട് എന്നാണോ പറയുക, അത് നിൻ്റെ കാറ് കണ്ടിട്ട് എന്നാണോ, എന്ത് കണ്ടിട്ട് എന്നാണ് പറയുന്നത്, അത് നീ വ്യക്താക്ക് പറയുമ്പോൾ അതിന് മറുപടി അനുമോൾക്ക് അവിടെ ഇല്ല. അതിൽ പറയുന്നുണ്ട്, അത് മാത്രമല്ല പറഞ്ഞത്, ന്യൂറനോട് ഫൈനൽ 5 വന്ന അഹങ്കാരം അല്ലേ എന്നും കൂടെ അവൾ ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, അത് ഞാനും വിളിച്ചത് ന്യൂറയാണ് ഫസ്റ്റ് എന്നെ PR കട്ട് ചെയ്തിടാനാണോ എന്ന് എന്നോട് ചോദിച്ചു, അതിൻ്റെ ദേഷ്യത്തിൽ വിളിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഈ കോൺവെർസേഷനിലേക്ക് നമുക്ക് ന്യൂറനെയും കൂടെ വിളിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ന്യൂറിനോട് ചോദിക്കുമ്പോൾ ന്യൂറ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു, കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാപ്റ്റൻസി അവൾ കൊളാക്കാൻ ശ്രമിച്ചത്, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല, കിച്ചണിൽ അത്ര അടി ഉണ്ടാക്കിയിട്ടല്ലേ വെസലിലേക്ക് കൊണ്ടുവിട്ടത്, അപ്പോൾ വെസലിലും വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ ക്യാപ്റ്റൻസി അവൾ കൊളാക്കാൻ നോക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, ശരി ഞാൻ എണീച്ച് പോവാം, നിങ്ങൾ സംസാരിച്ച് ഒന്ന് സെറ്റ് ആവുക എന്ന് പറയുമ്പോൾ അനീഷിന് പുറകെ അനുമോളും എണീച്ച് പോകണം. അനുമോൾ ഒരു സംസാരം തീർക്കാൻ അവിടെ നിൽക്കുന്നില്ല. ചോദിക്കണ ചോദ്യം എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട്
മറ്റുള്ളവർ ചോദിക്കണം അതെന്താണ്, അതിനൊരു ക്ലാരിറ്റി ഇതാ പറയുമ്പോൾ അത് അനുമോൾക്ക് കൊടുക്കാനില്ല, അവിടെ നിന്ന് എണീച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ് അതിലേയും സംസാരിക്കുന്നുണ്ട്, എന്താണൊക്കെ ക്ലിയർ ചെയ്തോ, ക്ലിയർ ചെയ്യാനല്ലേ വിളിച്ചത്, സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ആര് സംസാരിക്കാൻ, സംസാരിച്ചിട്ടൊന്നുമില്ല, അവൾ സംസാരിക്കാൻ തയ്യാറല്ല. അവർ എണീച്ച് അനീഷേട്ടൻ സംസാരിക്കുക പറഞ്ഞിട്ട് എണീച്ച് പോയപ്പോൾ മോളും പിറകെ എണീച്ച് പോയി. എപ്പോഴത്തെയും പോലെ തന്നെ എന്താ ഞാനും നൂറയും അവളുടെ പിന്നാലെ പട്ടീനെ പോലെ നടക്കണമായിരിക്കും, ഇനിയിപ്പോൾ ഞങ്ങളെ കിട്ടില്ല, ഇനിയിപ്പോൾ അനീഷേട്ടനെയാണ് അങ്ങനെ കരുതി വെച്ചേക്കണത് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം പിന്നെ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടതിന് ശേഷം എല്ലാവരും ബെഡ്റൂമിൽ ഇരിക്കണം. അപ്പം നിവിൻ ഇപ്പം എന്താണ് മെയിനായിട്ട് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സാബുമാനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സാബുമോൻ പതുക്കെ ഇരുന്ന് എല്ലാവരും പതുക്കെ പതുക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിലും കൊണ്ടുപോയി സാബുമാൻ ഇന്ന ആളാണ് എന്ന് എക്സ്പോസ് ചെയ്യാൻ നിവിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്തൊക്കെ അതിൽ പോയി സാബുമാൻ വീഴുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയണേ, സാബുമാനോട് പറയണേ, നീ പറഞ്ഞില്ലേ ഇവിടെ അനീഷേട്ടൻ കാണിക്കുന്നത് ക്രിഞ്ചാണെന്നൊക്കെ, നിനക്ക് അനീഷേട്ടനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ഓരോന്നും ഇങ്ങനെ പറയാണ് സാബുമാനെ എല്ലാവരുടെ ഇടയിലിട്ടിട്ട് ഇങ്ങനെ പറയണേ. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു അനീഷേട്ടൻ ഇപ്പോൾ കാണിക്കുന്നത് ഭയങ്കര ക്രിഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കോംബോ പിടിച്ച്, എന്ത് കോംബോ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു പ്രത്യേകതരം കോംബോ ഇവിടെ പിടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിവിനും അതിലേയും പറയുന്നുണ്ട്, എന്ത് കോംബോ, ലവ് കോംബോ പിടിക്കുന്നത് ശരിയല്ല എന്ന് നീ എന്തിനാ പറയുന്നത് പറയുമ്പോൾ സാബുമാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ലവ് കോംബോ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ വായി കൊണ്ട് പറഞ്ഞില്ല, പക്ഷെ കൈയും കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നത്. അയ്യോ ഞാൻ കൈയും കൊണ്ട് ആക്ഷൻ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ സാബുമാൻ പറയുന്നുണ്ട്, അനീഷേട്ടനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അനീഷേട്ടൻ ഇവിടെ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, ജീവിച്ച് കാണിക്കുകയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുകയാണ്. ഇപ്പം ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോംബോ ആണ്, ഏതാണ് ഹിറ്റാവുക എന്ന് അനീഷേട്ടൻ അറിയില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ചില സമയം അനീഷേട്ടൻ മാസ് കാണിക്കും, ചില സമയം ഒറ്റപ്പെടുന്നത് പോലെ കാണിക്കും, ചില സമയം വിക്ടം കാർഡ് ഇറക്കും, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് അനീഷേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോംബോ കളിക്കും, ഇതിൽ ഏതാണ് അനീഷേട്ടനെ ഹിറ്റാവുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് അനീഷൻ. മൊത്തത്തിൽ പഠിച്ചു വന്നിരിക്കുകയാണ് അനീഷേട്ടൻ എന്നൊക്കെയാണ് സാബുമാൻ പറയുന്നത്. അനീഷിനെ കുറിച്ചിട്ട് സാബുമാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒരു കാര്യം പറയും, ഇപ്പം നമ്മളെല്ലാവരും ഒരു ഡിസിഷൻ എടുത്താൽ അതിൻ്റെ എതിരാണ് അനീഷേട്ടൻ നിൽക്കുള്ളൂ, അതാണ് അനീഷേട്ടൻ്റെ ഗെയിം. ഇപ്പം നമ്മളെല്ലാവരും അനുമോൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ എന്താക്കി, അത് നേരെ തിരിച്ച് അനുമോൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നു എന്നൊക്കെയാണ് സാബുമാൻ്റെ അഭിപ്രായം. അതിനുശേഷമാണ് ടാസ്ക് വന്നത്. ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു പോഡിയത്തിൻ്റെ മേലെ ബോട്ട്സ് ഉണ്ടാവും, ഇവരുടെയൊക്കെ ഫോട്ടോ ഉള്ള ബോട്ട്സ്, ഓരോ ബോട്ട്സിനും 50,000 വാല്യൂ വെച്ചിട്ടാണ് ഉള്ളത്. മൊത്തം 3.5 ലക്ഷം രൂപയാണ് ഈ ടാസ്ക് ജയിച്ചാൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ടാസ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വന്തം ബോട്ട്സ് എടുക്കാനോ സംരക്ഷിക്കാനോ പറ്റില്ല. ബസർ അടിച്ചിട്ട് അടുത്ത ബസർ അടിക്കാനേക്ക് മുമ്പ് മറ്റൊരാളുടെ ബോക്സ് എടുത്തിട്ട് ഓടി ഡസ്റ്റ്ബിൻ ഉണ്ടാവും, അതിൽ കൊണ്ടുപോയി ഇടണം. അങ്ങനെയായിരുന്നു ടാസ്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ അനീഷ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അനുമോളുടെ ബോക്സ് എടുത്തിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ബോക്സ് എടുക്കാനോ ഒരു കാര്യത്തിനും ഉള്ള ബസർ അടിച്ചതും വേഗം അനുമോളുടെ ബോക്സ് എടുത്തിട്ട് അവിടെ നിൽക്കണം, മരം പോലെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോഴേക്കും സാബുമാനെ അനീഷിൻ്റെ ബോക്സ് എടുത്തിട്ട് കൊണ്ടുപോയി ഡസ്റ്റ്ബിനിലിട്ടു. അങ്ങനെ അനീഷ് ഔട്ടായ സമയത്ത് അനീഷ് പുറത്ത് ഊഞ്ഞാലയിൽ പോയിരുന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു സങ്കടവും ഇല്ല ബിഗ് ബോസ്, ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളൊന്നുമല്ല, എനിക്ക് പണം കണ്ടാൽ കണ്ണ് തള്ളി പോകുന്നൊന്നുമില്ല, പിന്നെ ബന്ധങ്ങൾക്കാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവണമെങ്കിൽ എന്നെ കൊന്നിട്ട് വേണം ആവാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇതെന്തിപ്പോൾ യുദ്ധക്കളമോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടാസ്ക്, ജസ്റ്റ് ടാസ്ക് 3.5 ലക്ഷം രൂപയുടെ ടാസ്ക്കാണ്, അത് ചെയ്താൽ മതി, ഓക്കെ ഔട്ടായി, അനുമോളുടെ സംരക്ഷിച്ചു, അതൊക്കെ ഓക്കെ. ഇപ്പുറത്ത് പോയിരുന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയുമ്പോൾ എന്തോ യുദ്ധക്കളത്തിൽ നിന്ന് പടവെട്ടി ജയിച്ചു കൊണ്ടുവന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ഷാനവാസും അനുമോളും ഔട്ടായി. ഷാനവാസിൻ്റെ ബോക്സ് വന്നിട്ട് സാബുമാനും അനുമോളുടെ ബോക്സ് ഷാനവാസുമാണ് കൊണ്ടുപോയിട്ടത്. മൂന്നാമത്തെ റൗണ്ടിൽ ആദില, സാബുമാൻ, അക്ബർ, ന്യൂറ അവരായിരുന്നു. ഇതിൽ ന്യൂറ അക്ബർ ഒരു ഗ്രൂപ്പായി നിന്നു. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും അവനവൻ്റെ, അതായത് സ്വന്തം ബോക്സ് ആണല്ലോ സംരക്ഷിക്കാൻ പറ്റാത്തതും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് എടുത്ത് പിടിക്കാം, മറ്റുള്ളവർ ഔട്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരൊരു ഗ്രൂപ്പായി നിന്നു. ഇവിടെ ഈ ഗ്രൂപ്പ് കളിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി, കാരണം ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഗ്രൂപ്പ് കളിച്ചത് ഫെയർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. അവസാനം ന്യൂറ, ആദില, അക്ബർ എന്ന് വന്നപ്പോൾ ന്യൂറക്ക് വേണമെങ്കിൽ അക്ബറിൻ്റെ ബോക്സ് കൊണ്ടുപോയി ഇടായിരുന്നു, കാരണം അതിനുള്ള ടൈം അവിടെ കിട്ടിയിട്ടുണ്ട്. അക്ബർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദിലയുടെ ബോക്സ് എടുക്കാൻ അവർ രണ്ടുപേരും ഒരു പിടിയും വലിയും പോലെ ആയ സമയത്ത് ന്യൂറ അവിടെ ചുമ്മാ അക്ബറിൻ്റെ ബോക്സും പിടിച്ചിട്ട്
നിൽക്കായിരുന്നു. ആ ടൈം വേണമെങ്കിൽ നൂറക്ക് അവിടെ അക്ബറിനെ ചതിച്ചിട്ട് കൊണ്ടുപോയി ഇടാവുന്നതേ ഉള്ളൂ. പക്ഷെ നൂറ അത് ചെയ്തില്ല. ഗെയിം ഫെയർ ആയി തന്നെയാണ് കളിച്ചത്. അക്ബർ പറഞ്ഞ പോലെ തന്നെ ഈ ടാസ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അടുത്ത ടാസ്ക് എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും മത്സരിക്കാമെന്നാണ് അക്ബർ പറഞ്ഞതും പ്രോമിസ് വാങ്ങിയതും. സോ അതുപോലെ തന്നെ നൂറ ചെയ്തു, വാക്ക് പാലിച്ചു, ഫെയർ ആയി തന്നെയാണ് ഗെയിം കളിച്ചത്. എന്നിട്ട് അവസാനത്തെ റൗണ്ടിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് തീരുമാനിക്കാം ഇവർ ആർക്കാണ് 3.5 ലക്ഷം കൊടുക്കേണ്ടത് എന്നുള്ളത് മറ്റുള്ളവർ തീരുമാനിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ അനീഷ് പറഞ്ഞു, റീസൺ ഒന്നും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസ്, ആർക്ക് കൊടുക്കണം എന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അനീഷ് വന്ന് നിന്നിട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം, സംസാരിച്ചിട്ട് ഒരു റീസൺ പറഞ്ഞിട്ടേ ഞാൻ ആളെ പറയുള്ളൂ എന്ന് പറഞ്ഞ്. എന്നിട്ട് അനീഷ് വന്നിട്ട് പറഞ്ഞു ഈ ഗെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ കളിക്കായിരുന്നു, നൂറക്കും ആദിലേക്കും ഒരുമിച്ച് നിന്നിട്ട്, കാരണം ഒരു വീട്ടിലേക്കാണ് ക്യാഷ് പോണത്, അക്ബറിനെ ഔട്ടാക്കായിരുന്നു. പക്ഷെ നിങ്ങൾ നൂറ അതല്ല ചെയ്തത്, അക്ബറിന് കൊടുത്ത വാക്ക് പാലിക്കുകയും അങ്ങനെ തന്നെ ഗെയിം ഫെയർ ആയിട്ടൊരു ഗെയിം കളിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അക്ബറും കളിച്ചത് നല്ലൊരു ഗെയിം തന്നെയാണ്, അക്ബർ മോശമല്ല പറയുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിട്ടും അക്ബറിൻ്റെ കൂടെ നിന്ന് കളിച്ചില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് നൂറക്ക് വോട്ട് കൊടുത്തത്. ഇതുപോലെ എല്ലാവരും പറഞ്ഞു ഇതിൽ അനുമോള് മാത്രമാണ് വന്നിട്ട് ഇരുന്നവിടെ തന്നെ ഇരുന്നിട്ട് നൂറ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ബാക്കി എല്ലാവരും ഇതുപോലെ അനീഷ് വന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരു റീസൺ പറഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്തത്. ഇതിൽ ഇത് പറഞ്ഞത് കേട്ടിട്ട് നിവീനും അക്ബറും വരെ കൈയടിക്കുകയാണ് ചെയ്തത് അനീഷ് പറയണായിട്ടിട്ട്. അവർ രണ്ടുപേരും നൂറക്ക് തന്നെയാണ് വോട്ട് ചെയ്തത്. അങ്ങനെ നൂറയാണ് ഈ ടാസ്കിൽ ജയിച്ചത്. 3.5 ലക്ഷം നൂറക്കാണ് സ്വന്തമായത്. അതിനുശേഷം പിന്നെ നിവീനും അനുമോളും കൂടെ സംസാരിക്കുകയാണ്. നിവിൻ പറയുന്നുണ്ട് വാ നമുക്കൊന്ന് ഉലാത്തിയിട്ട് വരാം, ഒന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് അനുമോളെ വിളിക്കുന്നുണ്ട്. അനുമോൾ വരില്ല പറയുന്നുണ്ട്. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് നിങ്ങളോടൊന്നും ഞാൻ സംസാരിക്കില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ബാക്കിൽ നിന്ന് കുത്തുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട് ബാക്കിൽ നിന്നോ, ഞാൻ ബാക്കിൽ നിന്നൊന്നും കുത്തില്ല, ഞാൻ കുത്തേണ്ടത് മുന്നിൽ നിന്ന് തന്നെ കുത്തും, അല്ലാണ്ട് പിറകെ നിന്നിട്ട് കുത്തുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട് ബാക്കിൽ നിന്നായാലും മുന്നിൽ നിന്നായാലും ഇപ്പം എനിക്കറിയാം, എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് പെരുമാറാനും എനിക്കറിയാം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് നോക്കൂ അനുമോൾ, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയാം, അതിപ്പോൾ എൻ്റെ എന്ത് ഫീലിങ്സ് ആയാലും എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ മുഖത്ത് നോക്കിയിട്ട് തന്നെ ആയിരിക്കും, അല്ലാണ്ട് അപ്പുറത്ത് പോയി നിന്ന് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വെള്ളം കോരി ഒഴിച്ച ഇൻറ്റൻസിറ്റിയിലൊന്നും എനിക്കിപ്പോൾ നിന്നോട് ഒന്നുമില്ല, ഗെയിമായിരുന്നു, അത് അവിടെ കഴിഞ്ഞു, ഇതോടെ നമ്മുടെ പ്രശ്നങ്ങളും തീർന്നു, ഇനി ഇത് മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കിയോ, എനിക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ക്യാഷ് എല്ലാവർക്കും അത്യാവശ്യമാണ്, പക്ഷെ നീ ഫൈനൽ 5 വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിവീൻ പറയുന്നുണ്ട് ഫൈനൽ 5 വന്നാലും ഇല്ലെങ്കിലും എനിക്ക് ക്യാഷ് അത്യാവശ്യമായിരുന്നു, ഈ ടാസ്ക് കളിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്, എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമാണ്, കയ്യിൽ നിന്ന് തന്നെ പോയിരിക്കുകയാണ്, ഈ ആഴ്ച പോകുമോ എന്നൊന്നും എനിക്കറിയില്ല, സോ നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് അനുമോൾക്ക് മാതള നാരങ്ങ മുറിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതും അത് കഴിക്കാൻ പറയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ക്രിഞ്ചായി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അനീഷ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അനുമോളുടെ ഗെയിം പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനുമോൾ ഈ വീക്ക് വരെ ഇങ്ങനെ വന്നിട്ട് അവസാന ആഴ്ചയിൽ കൊണ്ടുവന്നിട്ട് ഈ ഒറ്റപ്പെടൽ എടുത്ത് കുറേ പേരുടെ എന്താ പറയുക സഹതാപ വോട്ടുകളൊക്കെ മേടിക്കുക, എന്തായാലും കുടുംബ പ്രേക്ഷകരുടെ വോട്ടൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ കുറച്ച് ഒറ്റപ്പെടലും കൂടെ കാണിച്ച് ആ സഹതാപം കൂടെ മേടിച്ചെടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അതിന് ആ ഒറ്റപ്പെടാനുള്ള അവസ്ഥ അനീഷ് അവിടെ കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സോ അത് അനീഷിൻ്റെ ഗെയിമാണെങ്കിൽ അത് നല്ലൊരു ഗെയിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഈ കോംബോ പിടിക്കുക എന്നുള്ളതാണെങ്കിൽ അത് എനിക്ക് അങ്ങനെ അതിനോട് അഭിപ്രായം അത് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ അക്ബർ അനുമോളോട് വെസൽ കഴുകാൻ വിളിക്കുന്നുണ്ട്. ആകെ 2 വെസലേ ഉള്ളൂ. അപ്പോൾ അനുമോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട് അനുമോൾ ഈ വെസൽ കഴുകി കൊടുക്കുമെന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എല്ലാ വെസലും കഴുകിയതാണ്, ഞാൻ നേരത്തെ ഒരുപാട് വെസൽ കഴുകി, ഇനി ഞാൻ വെസൽ കഴുകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നേരത്തെ കഴുകിയത് ഞാനും കഴുകി, പക്ഷേ ഇത് ഇപ്പോൾ വന്ന വെസലാണ്, അതിൽ പകുതി ഞാൻ കഴുകിയിട്ടുണ്ട്, ബാക്കി പകുതി എന്തോ 2 പാത്രം 2 സ്പൂണോ അങ്ങനെ എന്തോ ഉള്ളൂ, അതങ്ങോട്ട് കഴുകി, അത് അങ്ങോട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ അതൊരു ടോക്ക് ആക്കണ്ട എന്നുണ്ടെങ്കിൽ അക്ബറിനെ കഴുകി വെക്കാം. പക്ഷേ അവരൊരു ഇതായിട്ടാണ് കാണുന്നത് കൊണ്ട് 2 പാത്രം വെച്ചേക്കാണ്.
ബാക്കി അനുമോള് കഴുകണം കേട്ടോ. അപ്പം അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴുകില്ല, ഇനിയിപ്പോൾ കഴുകണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വന്ന് കഴുകാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അനുമോൾക്ക് എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ മൂഡിനനുസരിച്ചാണ് എന്ന് പറഞ്ഞ പോലെ ഒരു വർക്ക് ചെയ്യേണ്ട സമയത്ത് അതും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഇങ്ങനെ നടക്കണ പോലെ കാണിച്ചു കൂട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബെഡ്റൂമിൽ കിടക്കണ അനുമോളുടെ അടുത്തേക്ക് അനീഷ് വരികയാണ്. അനീഷ് വന്നിട്ട് പറയണ എന്താ ഇവിടെ കിടക്കുന്നത്, അനുമോളെ ഒന്നും ഒറ്റപ്പെടാൻ അനീഷ് അവിടെ സമ്മതിക്കുന്നില്ല. എവിടെ പോയാലും അനീഷ് പിറകെ പോയി കൊണ്ടിരിക്കണം, അങ്ങനെ ഒറ്റപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് തോന്നുന്നത്. എന്താ അവിടെ കിടക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം, ഇതിനൊരു സുഖമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ എത്ര ദിവസം ഇല്ലാത്തൊരു സുഖവും ഇഷ്ടമൊക്കെ എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് കണ്ടത്. അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ എല്ലാവരും അവിടെ ഇരിക്കണേ ഞാനും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ അക്ബർ അനുമോള് ഊനാലയിൽ പോയി ഒറ്റപ്പെടലെന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര ഒറ്റപ്പെടലാണ്. അനുമോള് ഊനാലയിൽ പോയി ഇരുന്നിട്ട് ആടുന്നുണ്ട്. ആടുന്ന സമയത്ത് അക്ബർ ഇരുന്ന് പറയണ ആ ഊനാലയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു ശാന്തസുന്ദരമായ കാഴ്ച, പക്ഷേ ആ ഊനാലയ്ക്ക് അറിയോ അതിലിരിക്കുന്നത് ഒരു കൊടുങ്കാറ്റാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഡിയും റാപ്പും രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സോങ് അവിടെ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ സോങ് എന്ന് പറയുമ്പോൾ ആ ഒരു സോങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ. പക്ഷെ ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അവരുടെ സ്പേസ് അവർക്ക് വിടുക, ഒരുപാട് കളിയാക്കി പാടണ്ട എന്ന് എനിക്ക് തോന്നി. അതിപ്പോൾ ഈ പാട്ട് പാടുന്ന സമയം ഈ പാരഡി സോങ് അവിടെ കിച്ചണിൽ സാബുമാൻ, ഷാനവാസ്, നിവീൻ, അക്ബർ ഇവർ 4 പേരാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അക്ബർ പാടുന്നതിന് ഒപ്പം കൂടെ പാടുന്നത് നിവീനാണ്. ഈ സാബുമാൻ്റെയും ഷാനവാസിൻ്റെയും ഫേസ് നോക്കിയാൽ തന്നെ അറിയാം അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാവുന്നില്ല. അവർ രണ്ടുപേരും സാബുമാൻ്റെ ഒക്കെ ഫേസ് ഇങ്ങനെയാണ് ഇരിക്കും. ഷാനവാസിൻ്റെ ആയാലും അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മളുടെ ഇതിലേക്ക് കേൾക്കണ പോലെയാണ് തോന്നിയത്. ഇപ്പോൾ ലൈവിൽ അവർ അത് പറയുന്നത് കാണിക്കുന്നുണ്ട്. ഈ ഷാനവാസും സാബുമാനും ലൈവിൽ പറയുന്നുണ്ട് ഈ അക്ബർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നം ഉണ്ടായി അത് നൂറ, ആദില, അനുമോളാണ് പ്രശ്നം ഉണ്ടായത്. അത് അവരുടെ സ്പേസാണ്, അവരുടെ പേഴ്സണലാണ്. അനുമോൾ പറഞ്ഞത് തെറ്റാണ്, പക്ഷേ അത് പറഞ്ഞു തീർക്കേണ്ടത് അവരാണ്. അതിൻ്റെ ഇടയിലേക്ക് അക്ബർ കയറിയിട്ട് എന്തിനാണ് ഈ അനീഷിനെയും അനുമോളെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വളരെ മോശമായ കാര്യമാണ്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. തിരിച്ചു മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാനിട്ടല്ല, പക്ഷേ ഇതിപ്പോൾ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 ആഴ്ചയും കൂടെ എല്ലാവരും കൂടെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഒരു പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതെ ഇരിക്കണേ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് സാബുമാനോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അക്ബർ, നിവീൻ, ആര്യൻ ആ കഴിഞ്ഞ വീക്കിൽ നടന്ന കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. സാബുമാൻ കുറേ കാര്യങ്ങളൊക്കെ ഷാനവാസിൻ്റെ സംസാരം കേട്ടിട്ട് കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ആയി പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് ശരിയാണ് എന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കണം നൂറയുടെ അടുത്തേക്ക് ആദില വരികയാണ്. ആദില വന്നിട്ട് ചോദിക്കണേ നീ എന്താ അവിടെ ഇരുന്ന് ആരോടെ സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് ഞാൻ ആരോടും സംസാരിക്കുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആദില പറയുന്നുണ്ട് അല്ല ഇപ്പം ഈ സ്വഭാവം നിനക്കും തുടങ്ങിയത് ഇതെപ്പോൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ആദിലക്ക് ഫൈനൽ 5 വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് നമ്മൾക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം, ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നൂറയും പറയുന്നുണ്ട്. അപ്പം അപ്പുറത്തുനിന്ന് അക്ബർ വിളിച്ചു പറയുന്നുണ്ട് അല്ല അതില നീ ഈ ആഴ്ച പോവുമല്ലോ, ഈ ആഴ്ച പോയിട്ട് അടുത്ത ആഴ്ച തന്നെ തിരിച്ച് ഫൈനലിന് കയറി വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ ഇക്കയും വാ, നമുക്ക് ചില്ലടിച്ച് വൈബായിട്ട് ഒരുമിച്ച് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഒറ്റയ്ക്ക് പോയിക്കോ, ഞാൻ സ്ട്രോങ് പ്ലെയർ ആണ് എന്നൊക്കെ അക്ബറും പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഇവിടെ പേടിച്ചിട്ടായിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. ശേഷം വീണ്ടും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോള് അവിടെ നിന്ന് വെസൽ കഴുകുന്നുണ്ട്. വെസൽ കഴുകണ സമയത്ത് അക്ബർ പറയുന്നുണ്ട് എൻ്റെ പോർഷൻ കഴുകാനുള്ള പോർഷൻ മാറ്റി വെച്ചേക്ക്, അതൊന്നും നീ കഴുകേണ്ട ആവശ്യമില്ല, ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോള് നിന്ന് കഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നിട്ട് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ പണിയെടുത്തിട്ട് അവസാനം അനുമോള് മാത്രം ജോലി എടുത്ത് എന്ന് പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ പാവ പോലെ നിർത്തിയിട്ട്, അതുപോലെ എന്നെയും പറയാനാണ്, എല്ലാ പാത്രവും ഞാനാ കഴുകി വെച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവളിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് നിർത്തിക്കോ, ഇനി ഞാൻ കഴുകിക്കോളാം എന്ന് അക്ബർ പറയണ്ട. എന്നിട്ട് അക്ബർ പറയേണ്ടത് നിന്നോട് ഞാൻ പറഞ്ഞത് ഈ 2 ഗ്ലാസ് കഴുകാൻ മാത്രമേ പറഞ്ഞുള്ളൂ, കഴുകാതെ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിരിക്കുന്നത് എന്തിനാണ്, ഞാൻ പറയുന്നതൊന്നും നീ ചെയ്ത് വേറെ ഒന്നും ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിവിൻ എന്താ പറയുക, ഈ സാബുമാൻ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ അരു എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അതായത് നാളത്തെ പണിയാണ് സാബുമാൻ ചെയ്യുന്നത് എന്നുള്ള പേരിട്ടിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിവീനും അക്ബറും കൂടെ ഫോണിൽ വിളിച്ചിട്ട് മുത്തശ്ശി വിളിച്ച് സംസാരിക്കണമല്ലോ, ആ സൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കണം. അവിടെ നാളത്തെ പണി എടുത്തിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അതൊക്കെ സമ്മതിച്ചു കൊടുക്കണത്, ഒരു കാര്യം ചെയ്യും, കുഞ്ഞിനെ ആരോന് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാൻ ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ, ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് സാബുമാൻ അതിൽ പോയി വീഴുന്നുണ്ട്, ചില സമയത്ത് വീഴുന്നില്ല, മിണ്ടാതെ കേൾക്കാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ടാസ്ക്കാണ് വരുന്നത്, വിരോധാഭാസം എന്ന ടാസ്ക്കാണ് വരുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോൺവെർസേഷനാണ്, പക്ഷെ ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം മറുപടി പറയേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും മറുപടി പറയേണ്ടത്. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞാലോ അല്ലെങ്കിൽ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാലോ ടാസ്കിൽ നിന്ന് ഔട്ടാവും. അങ്ങനെയുള്ള ടാസ്കിൽ ജയിച്ചത് വന്നിട്ട് അത് അക്ബറാണ്. അതിനുശേഷം പിന്നെ അക്ബറിന് സമ്മാനം കിട്ടുന്നതാണ്. സമ്മാനം എന്തായിരുന്നു വെച്ചാൽ അൽഫാമാണ് വന്നത്. അൽഫാം എല്ലാവരും കൂടെ കഴിക്കുന്നത്. പൗഡർ റൂമിൽ പോയിട്ട് നിവീൻ ഇരുന്ന് കഴിക്കണം. എന്നിട്ട് അനുമോൾ അതിലേ വന്നപ്പോൾ നിവീൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ ഇങ്ങനെ എല്ലാം കഴിക്കാറ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ആ പുറത്ത് പോയിട്ട് ഇഷ്ടം പോലെ കഴിക്കാലോ എന്ന് പറയുമ്പോൾ നിവീൻ മറുപടി പറയുന്നുണ്ട്, അല്ല പുറത്ത് പോയിട്ടിപ്പോൾ ഈ ആഴ്ച പുറത്ത് വിടുന്ന എന്താ ഉറപ്പ്, ഇനിയും ഇവിടെ നിൽക്കേണ്ടി വന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനുമോള് ഊനാലയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കരയുന്നത് കാണിച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ആയത്. ഈ അവസാന നിമിഷത്തിൽ ഇത്രയും അധികം ഡ്രാമ ഇറക്കേണ്ട ആവശ്യമില്ല അനുമോള് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പറഞ്ഞത് തെറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് തെറ്റാണ്. സോ പറഞ്ഞു തീർക്കുക, വെഞ്ചൻസ് വെക്കാതെ ഇനിയുള്ള 2 ആഴ്ച ഹാപ്പിയായി എല്ലാവരും ഇരിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള എന്താണ് അഭിപ്രായം എന്നും എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.